നമസ്കാരം, എല്ലാവർക്കും A+ ബയോളജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം മോളിക്കുലർ ഇൻഹെറിറ്റൻസ് ഓഫ് ജീനിന്റെ 4th പാർട്ടാണ്. അതായത് DNA ഫിംഗർ പ്രിന്റിങ്ങിനെ പറ്റിയാണ് എടുക്കുന്നത്. സോ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാരെ വേണ്ടി ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫിംഗർ പ്രിന്റിംഗ് എന്നുള്ള വാക്ക് കേട്ടു പരിചയമെങ്കിലും കാണും. കാരണം നമ്മുടെ റേഡിയോ, TV, മീഡിയത്തിലൂടെയൊക്കെ നമ്മൾ പലപ്പോഴും ഈ വിക്ടിംസിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ DNA ഫിംഗർ പ്രിന്റിംഗ് അവരുടെ നടത്തി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് ചോദിച്ചാൽ അതിന് കൊടുക്കാൻ പറ്റുന്ന ഡെഫിനിഷൻ ആണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ജീനോം ഓഫ് എ പേഴ്സൺ. അതായത് ഒരു വ്യക്തിയുടെ DNA ഐഡന്റിഫിക്കേഷൻ ആണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആരാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ ഡോക്ടർ അലക്സ് ജോഫ്രി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് DNA ഫിംഗർ പ്രിന്റിനെ കണ്ടുപിടിച്ചത്. നമുക്കറിയാം, നമ്മുടെ ബോഡിക്കകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഓർഗൻസ് ഉണ്ട്. ഇതിനകത്തെല്ലാം ഓർഗൻസ് ആയിക്കോട്ടെ, നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് മുടിയെങ്കിലും കിട്ടിയാൽ നമുക്ക് DNA ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. സോ നമ്മുടെ DNA എന്ന് പറയുന്നത് ഒരു ബ്ലോക്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയെയും സംബന്ധിച്ചിടത്തോളം ഈ DNA ഓരോരുത്തർക്കും വ്യത്യാസമാണ്. അതുപോലെ തന്നെ അതിന്റെ അറേഞ്ച്മെന്റ് വ്യത്യാസമാണ്. സോ ഒരു സീക്വൻസ് ഓഫ് DNA റിപ്പീറ്റഡ് ആയിട്ട് സീരിയലി അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു DNA സീക്വൻസ് അല്ലെങ്കിൽ ആ റിപ്പീറ്റഡ് വേർഷൻ പലരിലും പലതായിരിക്കും. അതിന്റെ നമ്പേഴ്സ് ഓഫ് റിപ്പീറ്റിംഗ് ദിസ് സിംഗിൾ DNA സീക്വൻസ് varies in according to the person. അതിനെയാണ് നമ്മൾ വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയെ സംബന്ധിച്ച് ഇത് വ്യത്യാസമാണ്. അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും ഇതിന്റെ ലെങ്ത്, അതായത് ഈ ഓരോ DNA സീക്വൻസ് ഉണ്ട്, അതിന്റെ ലെങ്തും ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വ്യത്യാസമാണ്. അത്തരത്തിലുള്ള വ്യത്യാസത്തെ നമ്മൾ റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് പോളിമോർഫിസം എന്നാണ് പറയുന്നത്. സോ ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ജനറലി നമ്മുടെ DNA നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതും അതുപോലെ തന്നെ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നതും. ഇനി അതിന്റെ സ്റ്റെപ്പിലേക്കാണ് നമ്മൾ കടക്കുന്നത്. DNA ഫിംഗർ പ്രിന്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് സദേൺ ബ്ലോട്ടിംഗ്. സോ സദേൺ ബ്ലോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള DNA ഫിംഗർ പ്രിന്റിംഗ് നടക്കുന്നത്. സദേൺ ബ്ലോട്ടിംഗ് ആദ്യമായിട്ട് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് EM സദേൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് സദേൺ ബ്ലോട്ടിംഗ് കണ്ടുപിടിച്ചത്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സെല്ലുലാർ DNAയിലുള്ള സ്പെസിഫിക് ജീൻസിനെ, അതായത് ഒരു സെല്ലുലാർ DNAയിലുള്ള, ഇങ്ങനെയാണ് DNAയുടെ സ്ട്രക്ചർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു സ്പെസിഫിക് ജീനോമിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അതിനായിട്ട് വേണ്ടിയാണ് നമ്മുടെ ഇത്തരത്തിലുള്ള സദേൺ ബ്ലോട്ടിങ് ഉപയോഗിക്കുന്നത്. അത് ഇദ്ദേഹത്തിന് കണ്ടുപിടിച്ചതിൻ്റെ പേരിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ സദേൺ ബ്ലോട്ടിങ് എന്ന് നമ്മൾ വിളിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഹ്യൂമൻ സെല്ലിൽ എത്ര ബേസ് പെയർസ് ഉണ്ട്? 3 × 10⁻⁹ ബേസ് പെയർസ് നമ്മുടെ ഹ്യൂമൻ DNAക്കകത്തുണ്ട്. സോ ഇതിൻ്റെ സീക്വൻസ് ഓഫ് DNA, അതായത് ഈ ഒരു സിംഗിൾ ബേസ് പെയർ അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്ട്രാൻഡ് അല്ലെങ്കിൽ സിംഗിൾ DNA സീക്വൻസ് പരിശോധിച്ചാൽ അതിൻ്റെ സീക്വൻസ് എന്താണ്, ഓരോ വ്യക്തിയിലും എന്താണ് ഡിഫറൻ്റ് ആണെന്ന് പറയുന്നു. അങ്ങനെ ആ ഡിഫറൻസിൻ്റെ ബേസിൽ നമുക്ക് DNA നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ DNA ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ സദേൺ ബ്ലോട്ടിംഗ്. ഈ ടെക്നിക്കാണ് നമ്മൾ DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയുന്നത്. DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എ ജീനോം ഓഫ് എ പേഴ്സൺ. ഒരു പേഴ്സണിൻ്റെ DNAക്കകത്തുള്ള അതിൻ്റെ ജെനറ്റിക് കോമ്പോസിഷനെ അല്ലെങ്കിൽ DNA ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? DNA ഫിംഗർ പ്രിന്റിങ്. DNA ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? DNA ഫിംഗർ പ്രിന്റിങ് എന്ന് പറയുന്നത്. അഗൈൻ അവർ ബോഡി DNA ആർ അറേഞ്ച്ഡ് ഇൻ, എങ്ങനെയാണ് അറേഞ്ച്ഡ് ഇൻ ബ്ലോക്സ് അല്ലേ? ഐഡന്റിക്കൽ കോപ്പീസ് ഓഫ് DNA
സീക്വൻസ് നമ്മുടെ ബോഡിയിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐഡൻറ്റിക്കൽ കോപ്പീസ്, ഒരു സീക്വൻസിൻ്റെ തന്നെ തൗസൻഡ്സ് ഓഫ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐഡൻറ്റിക്കൽ ഒത്തിരി കോപ്പീസ് നമ്മുടെ ബോഡിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അവർ സിറ്റുവേറ്റഡ് ഇൻ ദ ക്രോമസോംസിനകത്ത് ബ്ലോക്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം അവർ യൂഷ്വലി ഡിസ്റ്റിങ്ക്റ്റ് ബാൻഡായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള DNA സീക്വൻസ് കാണപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ബാൻഡ് ആയിട്ട് കാണപ്പെടുന്ന ഈ DNA സീക്വൻസിന് നമ്മൾ സാറ്റലൈറ്റ് DNA എന്നാണ് വിളിക്കുന്നത്. അത് രണ്ട് തരമുണ്ട്, മിനി ആൻഡ് മൈക്രോ സാറ്റലൈറ്റ്. നമ്മൾ പറഞ്ഞു ഇത്തരത്തിലുള്ള DNA സീക്വൻസ്, നമ്പർ ഓഫ് DNA സീക്വൻസ് ബ്ലോക്സിലാണ് അല്ലെങ്കിൽ ടാൻഡമായിട്ടാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ഓരോ ഇൻഡിവിജ്വലിലും കാണപ്പെടുന്ന ഈ വേരിയേഷൻ ഇൻ ടാൻഡം, നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സിലുള്ള വേരിയേഷനെ നമ്മൾ വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് എന്നാണ് പറയുന്നത്. വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്, അതിനെ നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് VNTR, വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. അതുപോലെ തന്നെ ഓരോ DNA സീക്വൻസിൻ്റെയും ലെങ്തിലും വ്യത്യാസമുണ്ട്. DNA സീക്വൻസിൻ്റെ കട്ട് ചെയ്ത പോർഷൻ നമ്മൾ എന്താണ് റെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെൻ്റ് ആണെന്ന് പറയുന്നു. ആ റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെൻറ്റിൻ്റെ ലെങ്തിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ ലെങ്തിൽ വ്യത്യാസമുള്ള DNAകളെ നമ്മൾ ഒറ്റ പേരിൽ എന്ത് വിളിക്കുക? ആ പ്രതിഭാസത്തെ നമ്മൾ റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം. സോ ലെങ്തിലുള്ള ഇത്തരത്തിലുള്ള വേരിയേഷൻ, അതിനെ നമ്മൾ ലെങ്ത് പോളിമോർഫിസം എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇതിൻ്റെ സ്റ്റെപ്സ് ഇൻ DNA ഫിംഗർ പ്രിൻറ്റിങ് പറയണമെങ്കിൽ ഈ സദേൺ ബ്ലോട്ടിങ്ങിൻ്റെ സ്റ്റെപ്പിനോട് തുല്യമാണ്. സോ അത് പഠിക്കുമ്പോൾ തന്നെ എന്താണ് നമുക്ക് അതിൻ്റെ സ്റ്റെപ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ നമുക്ക് സ്റ്റെപ്സ് ഓഫ് DNA ഫിംഗർ പ്രിൻറ്റിങ് അല്ലെങ്കിൽ സദേൺ ബ്ലോട്ടിങ്ങിലേക്ക് കടക്കാം. സ്റ്റെപ്സ് നിങ്ങൾക്ക് എന്താണ് ഡയഗ്രമാറ്റിക് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സ്റ്റെപ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ബോഡിയിൽ എന്താണ് ഒരു സെല്ലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മുടി ആയിക്കോട്ടെ ഒരു നഖമായിക്കോട്ടെ ഇവിടെ എല്ലാം DNA കാണപ്പെടുന്നുണ്ട്. അവ ആ ജീനോമിക് DNA ഇങ്ങനെ ക്ലസ്റ്ററായിട്ടാണ് കാണപ്പെടുന്നത്. സോ അതിനെ എന്താണ് ഐസൊലേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. അത് വെച്ചിട്ട് DNA ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്യുന്നു. അതായത് DNA എന്ത് ചെയ്യുന്നു? കട്ട് ഡൗൺ ചെയ്യുന്നു. ഒരു വലിയ DNA സ്പെസിഫിക് പോയിന്റിൽ വെച്ചിട്ട് എന്താണ് കട്ട് ഡൗൺ ചെയ്യുന്നു. സ്പെസിഫിക് പോയിന്റ് വെച്ചിട്ട് നമ്മൾ കട്ട് ഡൗൺ ചെയ്യുന്നു. അങ്ങനെ കട്ട് ഡൗൺ ചെയ്ത അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്ത DNA നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അഗാരോസ് ജെൽ ഇലക്ട്രോഫോറോസിസ് വെച്ചിട്ട് DNA സെപ്പറേറ്റ് ചെയ്യുന്നു. നമുക്കറിയാം DNAക്ക് 2 സ്ട്രാൻഡ് ഉണ്ട്. അങ്ങനെ 2 സ്ട്രാൻഡ് ഉള്ള DNA നമ്മൾ ഓരോ സ്ട്രാൻഡായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു ത്രൂ അഗാരോസ് ജെൽ ഇലക്ട്രോഫോറോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പോസിറ്റീവ് നെഗറ്റീവ് ഇലക്ട്രോൺസിന്റെ ബേസിൽ ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ എന്താണ് സെപ്പറേറ്റ് ചെയ്യുകയാണ്. DNA കേസിൽ DNA ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂൾ. സോ ഇറ്റ് ഈസ് മൂവ്സ് ഇൻ ടു പോസിറ്റീവ്ലി ചാർജ്ഡ് ആനോഡ് അല്ലേ. അപ്പം പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡിലേക്ക് DNA എന്താണ് മൂവ് ചെയ്യും. സ്മാളർ മോളിക്കുലാർ വെയിറ്റ് ഉള്ള DNA ആദ്യം പെട്ടെന്ന് മൂവ് ചെയ്യും. അതുപോലെ തന്നെ ഹയർ മോളിക്കുലാർ വെയിറ്റ് ഉള്ള DNA താഴെയായിരിക്കും മൂവ് ചെയ്യുന്നു. സോ അങ്ങനെ എന്താണ് നമ്മുടെ DNA ഇപ്പോൾ എവിടെ ഉണ്ട്? അഗാരോസ് ജെൽ ഇലക്ട്രോഫോറോസിസിൽ ഉണ്ട് എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ DNA നമ്മൾ ഒരു നൈട്രോസെല്ലുലോസ് മെംബ്രെയിൻ അല്ലെങ്കിൽ നൈലോൺ മെംബ്രെയിനിലേക്ക് നമ്മൾ ഈ DNA ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്നു. അതായത് അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് നമുക്ക് ഉണ്ടാക്കണം. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള നൈലോൺ മെംബ്രെയിനിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു.
അപ്പം ഈ നൈലോൺ മെംബ്രെയിൻ വരെ ട്രാൻസ്ഫർ ചെയ്യുന്ന സ്റ്റെപ്സ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ നൈലോൺ മെംബ്രെയിനിലോട്ട് എന്തിനാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്താന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിപ്പോൾ സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ് അല്ലേ, സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. ഇതിന് നമുക്ക് ഐഡന്റിക്കൽ കോപ്പീസ് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ഒരു സ്റ്റാൻഡിന് കോംപ്ലിമെന്ററി സ്റ്റാൻഡ് ഉണ്ടാക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പിൽ നൈലോൺ മെംബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു വരെ നമുക്ക് മനസ്സിലായി. ഇതിനുശേഷം ഇതിനെ ഒരു മൈൽഡ് ആൽക്കലി ആയിട്ടുള്ള എണ്ണ ഒഴിച്ച് വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് ഡീനാച്ചുറേഷന് വിധേയമാക്കുന്നു. അതിനുശേഷമാണ് ഈ നൈട്രോസെല്ലോസ് മെംബ്രെയിനെ നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യുന്നു. ഒരു 70 to 80 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് ഇതിനെ ഇമ്മൊബിലൈസ് ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മൾ ഇതിനെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പിലോട്ട് കടക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെ റിയാക്ട് വിത്ത് എഴുതിയേക്കുന്ന പോലെ റേഡിയോ ആക്റ്റീവ് പ്രോബ്. ഇവിടെ ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് ലേബിൾഡ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA പ്രോബുമായിട്ടാണ് നമ്മൾ ഇതിനെ റിയാക്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ടാൻഡം സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസിന് ഇത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് പ്രോബുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള പേരന്റൽ DNA കൂടെ കോംപ്ലിമെന്ററി സ്റ്റാൻഡ് വന്നിട്ട് അത് ഡബിൾ സ്റ്റാൻഡ് സ്ട്രക്ചർ ആവും അല്ലേ. അപ്പം അങ്ങനെ ഇതെന്താണ് ഹൈബ്രിഡൈസ്ഡ് ആവും അല്ലേ. ഹൈബ്രിഡൈസ്ഡ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഇങ്ങനെ പറയുന്നത്. സോ ഹൈബ്രിഡൈസ്ഡ് സ്ട്രക്ചറിലിട്ട് ഇത് മാറും. ഇങ്ങനെ ഹൈബ്രിഡൈസ്ഡ് സ്ട്രക്ചറിലോട്ട് മാറുന്നതിന് കാരണം എന്താണ്? ഇത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് പ്രോബാണ്. ഇതിനുശേഷം അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് പ്രോബിനെ നമ്മൾ എന്ത് ചെയ്ത് കളയും? നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയും. ശേഷം ഇതിനെ നമ്മൾ എക്സ്റേ ഡിഫ്രാക്ഷന് വിധേയമാക്കും. അതായത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെ പിന്നീട് എക്സ്പോസ്ഡ് ടു എക്സ്റേ ഫിലിം, എക്സ്പോസ്ഡ് ടു എക്സ്റേ ഫിലിം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ക്രോമസോമിനകത്തുള്ള DNA ഇപ്പം നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരു സ്പെസിഫിക് ബാൻഡായിട്ടാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ബാൻഡിനെ നമ്മൾ പരസ്പരം സിമിലാരിറ്റിയുടെ ബേസിൽ നമ്മളിതിനെ നോക്കുമ്പോഴാണ് ഇത് DNA തമ്മിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഒരു പേഴ്സൺ ടു പേഴ്സൺ DNAയിലെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നു. സോ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാൻഡായിട്ട് എക്സ്റേ വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ സ്റ്റെപ്സ് ഞാൻ ഒന്ന് പറയാം. സ്റ്റെപ്പ് ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്നെന്താണ്? ഐസൊലേഷൻ ഓഫ് DNA. രണ്ടെന്ന് പറയുന്നത് ഡൈജഷൻ ഓഫ് DNA വിത്ത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് വെച്ച് ഇതിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു. സെപ്പറേഷൻ വിത്ത് എന്താണ്? അഗാരോസ് ഡെൽ ഇലക്ട്രോഫോറോസിസ്. സോ തേർഡ് വൺ എന്താണ്? സെപ്പറേഷന് വിധേയമാക്കുന്നു. ഫോർത്ത് വൺ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫർ ഇൻ ടു നൈട്രോസെല്ലുലോസ് മെംബ്രെയിൻ, നൈലോൺ മെംബ്രെയിൻ ട്രാൻസ്ഫർ അല്ലേ. നൈലോൺ മെംബ്രെയിനിലേക്ക് എന്താണ്? ട്രാൻസ്ഫർ ചെയ്യുന്നു. ഫിഫ്ത്ത് പോയിന്റിൽ നമ്മൾ എന്താണ്? ഒരു VN അല്ലെങ്കിൽ ഒരു അൺഹൈബ്രിഡൈസ് ആയിട്ടുള്ള പ്രോബ്, റിയാക്ഷൻ വിത്ത് പ്രോബ്. അപ്പോൾ പ്രോബുമായിട്ട് നമ്മൾ എന്താണ്? റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ലാസ്റ്റ് എന്താണ്? എക്സ്റേ ഡിഫ്രാക്ഷൻ അല്ലേ. എക്സ്റേ ഡിഫ്രാക്ഷൻ വിധേയമാക്കുന്നു. സോ എന്താണ് ഇതിന്റെ യൂസ് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ഒന്നാമത്തേന്ന് പറയുന്നത് ഇത് ഒരു ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫോറൻസിക് ടൂൾ ആണ് അല്ലെ. ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധർ ഇത് ഉപയോഗിച്ചിട്ടാണ് ഒരു വിക്ടിമിനെ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്ന് പറയുന്നു. അതുപോലെ രണ്ടാമത്തെയാണ് പെറ്റേണിറ്റി അല്ലെങ്കിൽ പിതൃത്വം തെളിയിക്കാനായിട്ട് DNA ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്യുന്നു. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് ജനറ്റിക് ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതിന്റെ ലീനിയേജിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള DNA ഫിംഗർ പ്രിന്റിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ കണ്ടുപിടിക്കാൻ ഒരു വ്യക്തിയെ ഒരു കുഞ്ഞിന്റെ റിലേറ്റീവ്സിനെയൊക്കെ നമുക്ക് DNA ഫിംഗർ പ്രിന്റിങ് വഴി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫോസിൽസ്, ഡൈനോസേഴ്സിന്റെ ഒക്കെ ഫോസിൽസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ കറക്റ്റ് സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ എന്താണ് DNA ഫിംഗർ പ്രിന്റിങ് ഉപയോഗിക്കുന്നു. മേജറായിട്ട് പെറ്റേണിറ്റി, റിലേഷൻസ്, അതുപോലെ തന്നെ ഫോറൻസിക് ടൂളായിട്ട്, അതുപോലെ തന്നെ ജനറ്റിക് ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ആണ് നമ്മൾ ജനറ്റിക് ഡിസോർഡേഴ്സിൽ നമ്മൾ പെഡിഗ്രി അനാലിസിസ് ഒക്കെ വരും. ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗമാണ്. എന്തെങ്കിലും ജനറ്റിക് ഡിസീസസ് ഉണ്ടോ, അതാണ് DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ സ്റ്റെപ്സ് മാത്രം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. കണ്ടുപിടിച്ച ആളുടെ പേര് അലക്സ് ജെഫ്രി എന്നാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സൈനിങ് ഔട്ട് ഫ്രം A+ ബയോളജി.